പലരും പറയാറുണ്ട്, ഉസ്താദെ വീട് പണി നടക്കുകയാണ്, അല്ലെങ്കിൽ വീടില്ല, ഒരു വീടാകാൻ വേണ്ടി ദുആ ചെയ്യണേ എന്നൊക്കെ. വീടെന്ന സ്വപ്നം പൂവണിയാൻ ഞാനൊരു പവിത്രതയുള്ള ഒരു ഇസ്മ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഖൈറായ ബർക്കത്തുള്ള വീടുകൾ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും കബൂലാക്കട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട് തരട്ടെ. ഈ ഒരു വോയിസ് കേൾക്കുന്നവരും നമ്മുടെ പല വീഡിയോസും കാണുന്നവരും പലരും പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം, പലരും വീടെന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഒരു ബർക്കത്തുള്ള വീടായി മാറാനും നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. കാരണം 3 കാര്യങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് തരുന്നത്. ഒന്ന് വീടാണ്. ഈ വീട്ടിൽ ബർക്കത്തുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടെങ്കിൽ ആ വീട്ടിൽ നിൽക്കാൻ തന്നെ ഒരു സമാധാനം ഉണ്ടാകും. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദ് വീട്ടിലേക്ക് പോകാൻ തോന്നൂല, അവിടേക്ക് കയറി ചെല്ലുമ്പോൾ എന്തൊക്കെയോ വിഷമങ്ങളാണ്, ഒരു സമാധാനവുമില്ല. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. വീട്ടിൽ ബർക്കത്തില്ലാതെ സമാധാനക്കേട് അനുഭവിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനം. ഈ വാഹനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ബർക്കത്ത് കേടാണെങ്കിൽ എപ്പോഴും അപകടങ്ങളായിരിക്കാം. ആ വാഹനം വാങ്ങിയത് മുതലായിരിക്കാം ചിലപ്പോൾ വിഷമങ്ങൾ അനുഭവിച്ച് തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹനത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വന്തം ഭാര്യമാരിൽ ബർക്കത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു ഖൈറായ ബർക്കത്തുള്ള ഇണകളെ നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഇനി നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞവരാകാം. അപ്പോൾ എൻ്റെ ഭാര്യയിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കരുത്. നമ്മുടെ ഭാര്യയിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയുള്ള പണികൾ നമ്മൾ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതിനുള്ള വഴികൾ വേറൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി പരമാവധി എല്ലാവരും ശ്രമിക്കുകയും ഭാര്യയും ഭർത്താവും ബർക്കത്തുള്ള സന്തോഷമുള്ള ഇണകളായി മാറാനുള്ള വഴികൾ തിരഞ്ഞു പിടിച്ച് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏതായിരുന്നാലും ബർക്കത്തുള്ള ഒരു ആഗ്രഹിച്ച ഖൈറായ നല്ലൊരു വീട് കരസ്ഥമാക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇശാ മഗ്രിബിനിടയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും 5 വക്ത് നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മുഅ്മിനീങ്ങൾ മാത്രമാണ്. അള്ളാഹിനെ ഓർക്കാതെ 5 വക്ത് നിസ്കാരം നിലനിർത്താതെ ഖളാ ആക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ വീടെന്ന സ്വപ്നം എന്നല്ല, അള്ളാഹുവിനെ ഓർക്കാൻ തന്നെ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തന്നെ അവൻ യോഗ്യനല്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അള്ളാഹിനെ ഓർക്കുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെയാണല്ലോ ഒരു യജമാനൻ്റെ അരികിലേക്ക് നമ്മൾ പോകാൻ. അപ്പോൾ നമ്മളെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ പോകേണ്ടേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ ഓർക്കുന്ന നല്ല മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ 5 വക്ത് നിസ്കരിക്കുന്ന ഒരു നല്ലവനായ മുഅ്മിൻ, ഞാൻ ഈ പറയുന്ന ഇസ്മ ഇശാ മഗ്രിബിനിടയിൽ 72 തവണ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇശാ മഗ്രിബ് എന്ന് പറയുന്നത് വളരെ ബർക്കത്തുള്ളൊരു സമയമാണ്. ഈ സമയത്ത് പരമാവധി ദുനിയാവിയായ എല്ലാ ശുഗലുകളിൽ നിന്നും ഒഴിഞ്ഞ് മഗ്രിബ് നിസ്കരിച്ച്, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കരിച്ച്, പവിത്രമായ അവ്വാബി നിസ്കാരം നിസ്കരിച്ച്, ഒരാൾ അവ്വാബി നിസ്കാരം നിസ്കരിച്ചാൽ 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലി അവന് രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ ദിവസമായി സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവന് കരസ്ഥമാക്കാൻ സാധിക്കും. അള്ളാഹു ഈ ചുരുങ്ങിയ നമ്മുടെ ആയുസ്സിൽ വലിയ വലിയ വർഷങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവ്വാബി നിസ്കാരം, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. 6 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ആദ്യത്തെ ഈ 2 റക്അത്തായി 6 റക്അത്ത് നിസ്കരിക്കുക. ഇതിൽ ആദ്യത്തെ സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തുൽ കാഫിറൂനും അതുപോലെ
പിന്നെ സൂറത്തുൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടത്. ബാക്കിയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പാരായണം ചെയ്യാം. ഇങ്ങനെ 6 റക്അത്ത് നമ്മുടെ മഗ്രിബിൻ്റെ ശേഷം സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം 6 റക്അത്ത് പിന്നെ ഇടയിൽ മുറിയലില്ലാതെ, അതായത് ദുനിയവിയായ കാര്യങ്ങളിൽ പെടാതെ ഉടനെ നിസ്കരിക്കുക. എന്നാലാണ് ഞാൻ ഈ പറഞ്ഞ പ്രതിഫലം ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ ഇശാ മഗ്രിബിന് ഇടയിലാണ് ഞാൻ ഈ പറയുന്ന വീടെന്ന സ്വപ്നം പൂവണിയാൻ ആഗ്രഹിക്കുന്നവർ ചൊല്ലേണ്ട ഇസ്മെന്ന് പറയുന്നത്. ഏതാണ് ആ ഇസ്മ? യാ ബാസിതു യാ അല്ലാഹ് എന്നുള്ള ഈ ഇസ്മ 72 തവണ നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു വീടെന്ന സ്വപ്നം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരുമെന്ന് പണ്ഡിതന്മാർ അവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. അപ്പോൾ എന്താ ഈ പണ്ഡിതന്മാർക്ക് മാത്രം ഇതൊക്കെ കിട്ടുന്നത്? കാരണം പണ്ഡിതന്മാർക്ക് മാത്രം എന്ന് പണ്ഡിതന്മാർക്ക് മാത്രം എന്നല്ല, നമുക്കും ഇത് കരസ്ഥമാക്കാൻ പറ്റും. അള്ളാഹുവിനെ ഓർക്കേണ്ടതുപോലെ ഓർത്ത് അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് നടക്കുന്ന ആളുകൾക്കും ഇത് കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നടക്കേണ്ട നമ്മുടെ ജീവിതം അങ്ങനെ ആക്കി മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല വീട്, ഖൈറായ ബർക്കത്തുള്ള വീട് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതൊരാളുടെയും ആഗ്രഹമായിരിക്കാം നല്ലൊരു കണ്ടാൽ ബർക്കത്ത് തോന്നിപ്പിക്കുന്നൊരു വീട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.